നമ്മുടെ ഇഡ്ഡലി അത്യാവശ്യം സോഫ്റ്റ് തന്നെയായിരിക്കും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിൽ ചോറോ അവിലോ നമ്മുടെ ചവ്വരിയില്ലേ സാബൂനരി, അതോ ഇഡ്ഡലിയുടെ അരിയോ ഒന്നും ചേർക്കുന്നില്ല. ഇതൊന്നും ഇല്ലാതെ നമുക്കൊരു പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കിയാലോ? വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കിയാൽ ഇതുപോലത്തെ ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആദ്യം വേണ്ടത് നല്ലൊരു അളവ് പാത്രമാണ്. അതായത് ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ മെഷറിംഗ് കപ്പാണെങ്കിൽ അതെടുക്കാം, കുടിക്കുന്ന ഗ്ലാസ് ആണെങ്കിൽ അതെടുക്കാം. ഏതിലാണോ നമ്മൾ എടുക്കുന്നത് അതിൽ തന്നെ അളവ് പാത്രത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഏതിലാണോ നമ്മൾ അളന്നെടുക്കുന്നത് അതിൽ തന്നെ എല്ലാം അളക്കണം. അത് മാത്രമേ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ എല്ലാം കൂടെ ഒരുമിച്ചല്ല ഇത് കുതിർക്കുന്നത്, രണ്ട് പാത്രങ്ങളിലേക്കായിട്ടാണ്. ആദ്യം ഒരു ഗ്ലാസ് ഉഴുന്നെടുക്കുന്നുണ്ട്. ഉഴുന്ന് നമ്മൾ രണ്ടായിട്ട് പിളർന്നതോ അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഉഴുന്നോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഒരു ഗ്ലാസ് ഉഴുന്നിൻ്റെ അളവാണ് ഇവിടെ പറയുന്നത്. ഇതിപ്പോൾ ചെറിയൊരു ഫാമിലിയൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ ആവശ്യം വരില്ല, അര ഗ്ലാസ് മതിയാകും. ഈ ഉഴുന്നിനനുസരിച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ ചേരുവകളും അളന്നെടുക്കുന്നത്. ഒരു ഗ്ലാസ് ഉഴുന്നിന് 1/2 ടീസ്പൂൺ ഉലുവയാണ് വേണ്ടത്. ഉഴുന്നും ഉലുവയും ഒരുമിച്ച് തന്നെയാണ് കുതിർക്കുന്നത്. 1/2 ടീസ്പൂൺ ഉലുവയാണ്, ടേബിൾ സ്പൂൺ അല്ലേ. എത്രയാണോ നമ്മൾ ഉഴുന്നെടുക്കുന്നത് അതിൻ്റെ 3 ഇരട്ടി അരി വേണം. അതായത് നമ്മളിപ്പം ഒരു ഗ്ലാസ് നമ്മുടെ ഉഴുന്നാണല്ലോ എടുത്തത്, 2 ഗ്ലാസ് അല്ല 3 ഗ്ലാസ് അരി വേണം. ആ 3 ഗ്ലാസ് അരി തന്നെ പകുതിയും പകുതിയായിട്ടാണ് ചേർക്കുന്നത്. അതായത് 1.5 ഗ്ലാസ് നമ്മുടെ പച്ചരിയും 1.5 ഗ്ലാസ് പുഴുങ്ങലരിയും. ഞാനിപ്പം ഉഴുന്നും ഉലുവയും ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് 2 അരിയും അളന്നെടുക്കണം. അപ്പോൾ പച്ചരി നമുക്ക് വീട്ടിൽ എന്തായാലും ഉണ്ടാവും, പുഴുങ്ങലരി ഉണ്ടാവും. അപ്പം പുഴുങ്ങലരി എന്ന് വെച്ചാൽ ചോറ് വെക്കുന്ന അരിയാണ്. അതിപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പം ചിലരുടെ വീട്ടിൽ പൊന്നി അരി ആയിരിക്കും, ചിലരുടേത് വെള്ളക്കുറുവയായിരിക്കും, ഇനിയിപ്പോൾ ചമ്പാവരി ആയിരിക്കും, അതല്ലെങ്കിൽ മഞ്ഞക്കുറുവ ഉണ്ടാകും. പിന്നെ എന്താ, ഏത് തരത്തിലാണെങ്കിലും കുഴപ്പമില്ല, പുഴുങ്ങലരി വേണം. പിന്നെ പുഴുങ്ങലരി നല്ല മഞ്ഞ കളറുകളാണെങ്കിൽ നമ്മുടെ ഇഡ്ഡലിക്ക് നല്ല വെള്ള കിട്ടില്ല, ഒരു മഞ്ഞ ഷെയ്ഡ് ഉണ്ടാകും. അപ്പോൾ വെള്ളക്കുറുവൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പൊന്നിയൊക്കെ ആണെങ്കിൽ നല്ല വെളുത്തിട്ടുള്ള നമ്മുടെ ഇഡ്ഡലി തന്നെ കിട്ടും. അപ്പോൾ 3 ഗ്ലാസ് ടോട്ടലാണല്ലോ നമ്മുടെ അരി കാര്യം പറഞ്ഞത്. അപ്പോൾ 1.5 ഗ്ലാസ് പച്ചരിയും 1.5 ഗ്ലാസ് പുഴുങ്ങലരിയും അങ്ങനെയാണ് എടുത്തത്. അപ്പോൾ എല്ലാം കൂടെ 3 ഗ്ലാസ്. ഇനിയിപ്പോൾ ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് തന്നെ കഴുകണം. അപ്പോൾ അരിയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ല പോളിഷും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നന്നായിട്ട് കഴുകണം. ഉഴുന്നും നന്നായിട്ട് കഴുകണം. എന്നാലും ഉഴുന്ന് കഴുകുമ്പോഴില്ലേ ഒന്ന് ഓർമ്മിക്കുക, അതായത് ഉഴുന്നിൻ്റെ പശ അത്യാവശ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് ഇഡ്ഡലി നന്നായിട്ട് സോഫ്റ്റായിട്ട് പുളിച്ചൊക്കെ വരും. എന്ന് വെച്ചിട്ട് ഉഴുന്ന് കഴുകാതിരിക്കാനും നമുക്ക് പറ്റില്ല. അപ്പോൾ നല്ലോണം ഞരണ്ടി കഴുകിയിട്ട് അതിൻ്റെ സ്റ്റാർച്ച് മുഴുവൻ പോകുന്നതിന് പകരം നമ്മൾ ഒരു സമാധാനത്തിന് 3-4 തവണ കഴുകിക്കോളൂ. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മിക്കണേ. അപ്പം ഉഴുന്നും അരിയും സെപ്പറേറ്റ് ആയിട്ടൊന്ന് നമുക്ക് പെട്ടെന്ന് കഴുകി വരാം. ഉഴുന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളമില്ലേ അത് നന്നായിട്ട് നമ്മളതങ്ങ് ഡ്രെയിൻ ചെയ്തെടുക്കണം. അതിൻ്റെ അടപ്പ് വെച്ചിട്ട് അരി വാർക്കുന്നത് പോലെ വാർക്കുക, അതല്ലെങ്കിൽ അരിപ്പക്കൊട്ടയിലിട്ടിട്ട് വാർത്തും എടുക്കുക. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്യണമെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഈ ഒരു റെസിപ്പി ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ആ വെള്ളം നന്നായിട്ട് പോക്കണം കേട്ടോ. അല്ലെങ്കിലേ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് ഒന്ന് തെറ്റിപ്പോവും. അപ്പം ഇഡ്ഡലി മാവ് ലൂസാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഉഴുന്നിൻ്റെ നമ്മൾ അരിച്ചിട്ട് നന്നായിട്ട് വെള്ളം കളഞ്ഞെടുക്കുക. ഇതൊന്നും അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് കുതിർത്തിട്ട് അരക്കുന്ന രീതിയുണ്ട്. മുന്നേ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നമ്മളുടെ സ്ഥിരമായിട്ട് വീട്ടിൽ ചെയ്യുന്ന രീതി. അതും നന്നായിട്ട് പതഞ്ഞ് പുളിച്ച് വരും കേട്ടോ. അതിൻ്റെ ടിപ്പ് ഞാൻ ആ വീഡിയോയിലും കാണിക്കുന്നുണ്ട്, ഇതിലൊന്നുകൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മൾ സെപ്പറേറ്റ് ഇടുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. 2 പാത്രം എന്തായാലും നമ്മുടെ അടുക്കളയിലുണ്ടാവും. 2 പാത്രത്തിലും കുതിർത്ത് വെക്കുക മാത്രമേ ചെയ്യേണ്ടൂ. അപ്പം ഞാൻ നമ്മുടെ ഉഴുന്ന് അവിടെ മാറ്റി വെച്ചിട്ട് അരി കഴുകുക. അപ്പോൾ അരി കഴുകിയിട്ട് അത് നമുക്ക് എന്ത് ചെയ്യുക, ലാസ്റ്റ് വെള്ളത്തിൽ അങ്ങ് കുതിർക്കുക. ഉഴുന്നിൻ്റെ വെള്ളത്തിൽ മാത്രമാണ് നമ്മൾ ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചത്. ഇനിയിപ്പം ആ ഉഴുന്നിൽ നല്ല വെള്ളം ചേർക്കണം. അതായത് ഉഴുന്ന് കുതിർക്കുന്ന വെള്ളമില്ലേ ആ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ അരി അരക്കുന്നത്. അതാണ് ഇവിടെ വരുന്ന ആദ്യത്തെ ടിപ്പ്, അതായത് ഒരു പ്രത്യേകത. കാരണം ഉഴുന്നിൻ്റെ സ്റ്റാർച്ച് നമ്മൾ കഴുകിയാണെങ്കിലും വെള്ളത്തിൽ കുതിരുമ്പോൾ ചെറിയൊരു സ്റ്റാർച്ചും കാര്യങ്ങളും അതിലേക്ക് ലയിച്ച് വരുമല്ലോ. അതിൽ നമ്മൾ അരയ്ക്കുമ്പോൾ ആ ഇഡ്ഡലിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. സാധാരണ നമ്മളെല്ലാം ഇങ്ങനെ കുതിർത്തിട്ട് അരക്കാൻ നോക്കുമ്പോൾ കഴുകി ആ വെള്ളം എല്ലാം പോക്കിയിട്ട് പുതിയ വെള്ളത്തിലല്ലേ അരക്കല്. ഇതിപ്പോൾ അങ്ങനെയല്ല, നല്ല വെള്ളം നമ്മൾ നമ്മുടെ ഉഴുന്നിലേക്ക് ചേർക്കും. ഇപ്പോൾ അരിയിലേക്ക് ചേർക്കുന്ന നല്ല വെള്ളം നമ്മൾ ശ്രദ്ധിക്കേണ്ട, അത് എത്ര വെള്ളം ചേർത്താലും നമുക്കൊരു കുഴപ്പമില്ല. ഉഴുന്നിൻ്റെ വെള്ളം നമ്മൾ നന്നായിട്ട് അളന്നെടുക്കണം. എത്രയാണോ നമ്മൾ ഉഴുന്നെടുത്തത് അതിൻ്റെ 4 ഇരട്ടിയാണ് വെള്ളം വേണ്ടത്. 1 ഗ്ലാസ് ഉഴുന്നാണെങ്കിൽ 4 ഗ്ലാസ് വെള്ളം. മറക്കണ്ട, ഉഴുന്ന് കഴുകിയ വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ചെയ്യുക. ഉഴുന്ന് എടുത്ത അളവിൻ്റെ 4 ഇരട്ടി നല്ല വെള്ളത്തിൽ അത് കുതിർക്കുക. ആ നല്ല വെള്ളത്തിൽ അരി അരയ്ക്കുക. സാധാരണ നമ്മളൊരു 2 മണിക്കൂർ കൊണ്ട് കുതിർന്നിട്ട് അരച്ചെടുക്കില്ലേ, കാരണം പച്ചരിയും ഉഴുന്നും വേഗം കുതിരും. പക്ഷേ ഇതിൽ പുഴുങ്ങലരി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു 4-5 മണിക്കൂർ കുതിരാൻ വെക്കണം. അപ്പോൾ നമ്മൾ നാളത്തേക്ക് ഇഡ്ഡലിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ
രാവിലെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് ഒരു 10-11 മണിക്ക് അരി വെള്ളത്തിലിട്ടിട്ട് നമുക്ക് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരാം. എന്നിട്ട് നമുക്ക് വൈകുന്നേരം എടുത്തിട്ട് അരച്ചാൽ മതി. ഇതിപ്പം രാവിലെ ഞാൻ കുതിർത്ത് വെച്ചതാണ്. വൈകുന്നേരം 4-5 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മുടെ അരി കുതിർത്ത വെള്ളയില്ലേ അത് നന്നായിട്ട് ഇങ്ങനെ വാർത്തെടുക്കുകയാണ്. അരിപ്പയിലൊന്നും ഇടുന്നില്ല, നന്നായിട്ട് ചോറ് വാർക്കുന്നത് പോലെ അങ്ങ് ഊറ്റിയെടുത്ത് ഇനിയിപ്പോൾ നമ്മുടെ ഉഴുന്നില്ലേ ഈ വെള്ളം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലാണല്ലോ അരക്കുന്നത്, ഇത്തിരി ഞാനൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് കുറച്ച് നമുക്ക് ഒഴിച്ചിട്ട് അരക്കാമല്ലോ. അരക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, അതായത് ഇത് പുഴുങ്ങലരി ചേർത്തതുകൊണ്ടേ നന്നായിട്ട് ശ്രദ്ധിക്കണം. ആദ്യം ഉഴുന്നരച്ച് വരട്ടെ. ഉഴുന്നരയ്ക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതായത് ഈ മാവ് അരയ്ക്കുമ്പം തന്നെ ഉപ്പിടുന്നതാണ് നല്ലത്. ചിലരൊക്കെ രാവിലെ ഉപ്പിടും, പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, പതഞ്ഞ് നന്നായിട്ട് പൊങ്ങിയിട്ടല്ലേ നമ്മൾ രാവിലെ ആണെങ്കിൽ ഉപ്പ് ചേർക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഉപ്പ് പിടിക്കാൻ നന്നായിട്ട് നമ്മൾ കുത്തി ഇളക്കും. അങ്ങനെയാവുമ്പോൾ ആ പതയൊക്കെ നന്നായിട്ട് കെട്ടുപോകും, അല്ലെങ്കിൽ അടങ്ങിപ്പോവും. പിന്നെ ഉപ്പ് എന്നാൽ പത പോകാതെ ഉപ്പ് മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ഉപ്പ് വരികയില്ല. ഏറ്റവും നല്ലത് വൈകുന്നേരം അരക്കുമ്പം തന്നെ ഉപ്പ് ചേർക്കുന്നതാണ്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് നമ്മുടെ ആ ഒരു ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. ഫൈനായിട്ട് അരച്ചെടുക്കണം. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട്, വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു വെള്ളം മാത്രമാണ് മുഴുവനായിട്ട് അരക്കാൻ വേണ്ടു. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഉഴുന്ന് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ ജാറ് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അതേ ജാറിൽ തന്നെ നമുക്ക് അരി അരക്കാം. ഇപ്പോൾ ഇത് അരിയുടെ അളവ് അതായത് കുറച്ചധികം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ 2 ബാച്ചായിട്ട് അരക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആദ്യം തന്നെ വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അരി ആദ്യം ഒന്നങ്ങ് പൊടിച്ചെടുക്കുക. അതായത് ആദ്യത്തെ കറക്കൽ വെള്ളം ചേർക്കാതെ പൊടിക്കുക. കാരണം എന്താണെന്നറിയോ, ഇത് പുഴുങ്ങലരി ഉള്ളത് കൊണ്ടാണ്. അതായത് പുഴുങ്ങലരി ഇത്തിരി ഹാർഡായിരിക്കും, അതായത് നമ്മുടെ പച്ചരി പോലെയല്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ വെള്ളം ചേർക്കാതെ ഒന്നങ്ങ് പൊടിച്ചെടുക്കുക. ഒന്ന് നുറുങ്ങി കിട്ടുമല്ലോ. എന്നിട്ട് വെള്ളം ചേർത്തിട്ട് അരച്ച് നോക്ക്, നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇതിപ്പം ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, അതായത് ഇപ്പോൾ ആദ്യം പൊടിച്ചിട്ടുള്ള സ്റ്റേജാണേ. അപ്പം നമ്മൾ ദോശയും ഇഡ്ഡലിയും ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇഡ്ഡലിക്കാണെങ്കിൽ ഒരു ചെറിയ നേരിയ തരിതരിപ്പ് വേണമെന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു അളവിലൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഇത്തിരി അങ്ങ് അരഞ്ഞു പോയാലോ. ഇനി അതല്ല, ഇഡ്ഡലിയുടെ ഒരു ചെറിയൊരു നേരിയൊരു തരി ഉണ്ടാവില്ലേ, നമ്മുടെ റവയുടെ അത്ര പോലും തരി വേണ്ട. അങ്ങനെയാണെങ്കിലും എന്തായാലും കുഴപ്പമില്ല, ഇതേ അളവിലങ്ങ് എടുത്താൽ മാത്രം മതി. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ബാച്ചും കൂടി ഇടട്ടെ. ആ വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ബാച്ചിൽ ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് ഇനി ബാക്കി ബാലൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ വെള്ളം എടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. അതായത് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട. ആ ഒരു കറക്റ്റ് പാകം നമുക്ക് അറിയാമല്ലോ. ഇനിയിപ്പോൾ ചില അരികൾ നമ്മുടെ പച്ചരിക്കൊക്കെ ചെറിയൊരു വ്യത്യാസം, അല്ലെങ്കിൽ പുഴുങ്ങലരിക്കൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇൻ കേസ് നല്ല ടൈറ്റ് തോന്നുവാണെങ്കിൽ ഇത്തിരി എക്സ്ട്രാ ചേർത്തോളൂ. ഒരു ഔൺസോ അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസിൻ്റെ പകുതിയൊക്കെ ചേർത്തോളൂ. അത് നോക്കിയിട്ട് ചെയ്യാം. രണ്ടാമത്തെ ബാച്ചില്ലേ അതും നന്നായിട്ടൊന്നങ്ങ് പൊടിച്ചെടുക്കുക. അതിന് ശേഷം ബാക്കി വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ മാവ് കലക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയല്ല വേണ്ട കേട്ടോ. ചായയൊക്കെ ആറ്റുന്നത് പോലെ ഉയർത്തിയിട്ടങ്ങ് കൈ കൊണ്ട് ഇങ്ങനെ ആറ്റുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അത് ഞാനെല്ലാം ഒന്നങ്ങ് മിക്സ് ചെയ്യട്ടെ. എന്നിട്ട് ആറ്റുക മീൻസ് നന്നായിട്ടങ്ങ് എന്താ പറയുക, കൈ കൊണ്ടിട്ട് ഇളക്കുക. അതായത് നമ്മൾ ക്ലോക്ക് വൈസ് ചുറ്റിക്കാനല്ല പറയുന്നത്, ഉയർത്തി ഇതുപോലെ അങ്ങ് ചെയ്യുക. പക്ഷേ വേറൊരു കാര്യമുണ്ട് കേട്ടോ, അത് നമുക്ക് നല്ല പുളി വേണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് നമുക്ക് ഒഴിവാക്കാം. അതായത് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചെടുക്കുക. എന്നാൽ നന്നായിട്ട് പുളിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഞാനിത് പാത്രം ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഒരു റെസിപ്പി ഞാൻ ആദ്യം ചെയ്യുമ്പോൾ 1/2 ഗ്ലാസ് നമ്മുടെ ഉഴുന്ന് വെച്ചിട്ടാണ് ചെയ്തത്. കാരണം ഞങ്ങൾക്ക് അത്രയെല്ലാം വേണ്ടു. പക്ഷേ ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് എടുക്കുന്നത് കൊണ്ട് മാത്രമല്ല, എനിക്കിപ്പോൾ മറ്റന്നാൾ ദോശയും കൂടെ ചുടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒറ്റ ട്രിപ്പിനെ അരക്കാമല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു 1/2 ഗ്ലാസ്സിന് പകരം 1 ഗ്ലാസ് ഉഴുന്നെടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ പാത്രം ഒന്നങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പുളിച്ച് പൊങ്ങിയതിന് ശേഷം മാത്രമാണ് നാളെ രാവിലെ ദോശയ്ക്ക് വേണ്ടിയിട്ട്, അതായത് മറ്റന്നാളത്തെ ദോശയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ചിലർ നമ്മൾ പാത്രം, അതായത് അരച്ച ഉടനെ തന്നെ 2 പാത്രത്തിലാക്കി വെച്ചിട്ട് ഒന്നെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം പുളിപ്പിക്കലുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുമോ? എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇതുപോലെ വേണമെങ്കിൽ കൂടുതൽ അരച്ചിട്ട് പൊങ്ങിയതിന് ശേഷം പിറ്റേ ദിവസം എടുത്തിട്ട് അടുത്ത ദിവസത്തെ ദോശക്കേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലവിടെ വെക്കും. പിന്നെ അതുപോലെ ഞാൻ അളവ് കാണിച്ചു തന്നില്ലേ, നമ്മൾ അരയ്ക്കുമ്പോൾ ഉള്ള അളവല്ല നാളെ രാവിലെ ഉണ്ടാവുക. അത് നന്നായിട്ട് പൊങ്ങി വരും. ഇതിപ്പോൾ വലിയ പാത്രം ആയതുകൊണ്ട് തിളച്ചല്ല, പൊങ്ങി മാറിയില്ല. ഈ ഒരു വലിയ താഴെയുള്ള പാത്രം ഇല്ലേ, അത് രാത്രി തിളപ്പിച്ച വെള്ളമാണ്. അതിൻ്റെ മുകളിൽ റിങ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ആ ചൂട് തട്ടിയിട്ട് നന്നായിട്ട് ഒന്നങ്ങ് പതിഞ്ഞ് പൊങ്ങി വരും. ഇതാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ
പഴയ ഒരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന വീഡിയോയിലും ഞാൻ ഈ ഒരു ടിപ്പ് കാണിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ അടുപ്പും തണയിലൊക്കെ വെക്കും ചൂട് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചൂടുവെള്ളത്തിൻ്റെ മേലെ റിങ് വെച്ചിട്ട് ചെയ്യുന്നത്. കണ്ടോ, രാവിലെ ആകുമ്പോൾ ഇഡ്ഡലിയുടെ അവസ്ഥ, അതായത് നിങ്ങൾ വീഡിയോയിൽ ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല, നല്ല സോപ്പ് പതയൊക്കെ ഇല്ലേ, അതുപോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അതായത് ഉള്ളിങ്ങനെ പൊങ്ങ് പോലെ ഒരു വെയിറ്റ് ഇല്ലാത്തൊരവസ്ഥ. അത്രക്കും സോഫ്റ്റായിട്ട് അല്ലെങ്കിൽ അത്രക്കും പതയായിട്ടിത് വന്നിട്ടുണ്ട്. തലേ ദിവസം ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഡയറക്റ്റായിട്ട് വെക്കരുത്, റിങ് വെക്കാൻ മറന്നു പോലെ, അല്ലെങ്കിൽ മാവിൻ്റെ അടിഭാഗമൊക്കെ അങ്ങ് വെന്തു പോകും. പിന്നെ ഈ ഒരു സമയത്താണ് ഞാൻ ദോശക്കൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നത്. കാരണം അധികം ഇങ്ങനെ കുത്തിക്കലക്കി കഴിഞ്ഞാൽ ആ മാവിൻ്റെ പാതയൊക്കെ അങ്ങ് കെട്ടടങ്ങിപ്പോവും. അതുകൊണ്ടാണ് ഉപ്പിൻ്റെ കാര്യം പോലും തലേ ദിവസം അരയ്ക്കുമ്പോൾ ഇട്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഇഡ്ഡലി ചുട്ടെടുക്കാം. ഇഡ്ഡലി ചുടുമ്പോഴേ 2 രീതിയിൽ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എണ്ണയൊന്നും തടവാണ്ട് നമ്മൾ ഇഡ്ഡലി ചുടുകയാണ്. ഇത് ഇങ്ങനെ ചുട്ട് കഴിഞ്ഞാലും നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ പറ്റും. ഒന്ന് ഞാൻ എണ്ണ തടവിയിട്ടും കാണിച്ചു തരാം. എണ്ണ തടവിയിട്ടാണ് ചുടുന്നതെങ്കിൽ ഒരു തവണ മാത്രം അങ്ങ് പുരട്ടിയാൽ മതി കേട്ടോ. അല്ലാതെ ഓരോരോ ബാച്ചിൽ നമ്മളിങ്ങനെ പുരട്ടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ സാധാരണ എണ്ണ തടവാറില്ല. ഇഡ്ഡലി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ തട്ടെടുത്തിട്ട് പുറത്തേക്ക് വെക്കും. എന്നിട്ട് ഒന്ന് തണിഞ്ഞതിന് ശേഷം നമ്മുടെ ഐസ് വാട്ടർ ഇല്ലേ, ഫ്രിഡ്ജിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ ഐസ് വാട്ടറിൽ നമുക്ക് സ്പൂണ് ഡിപ്പ് ചെയ്തിട്ട് ആ സ്പൂൺ കൊണ്ട് എടുത്ത് നോക്ക്, പെട്ടെന്ന് ഇളകി കിട്ടും. അതല്ലെങ്കിൽ കുറച്ച് തണുത്ത വെള്ളം കയ്യിലെടുത്തിട്ട് ഒന്നങ്ങ് കുടഞ്ഞ് വെക്കുക. അപ്പോൾ ആ ഒരു തണുപ്പുണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് സ്പൂൺ കൊണ്ട് എടുത്ത് മാറ്റാൻ പറ്റും. പക്ഷെ നന്നായിട്ട് തണിയണം. അപ്പോൾ ചൂടോടെ എടുത്ത് മാറ്റുമ്പോൾ അരികൊക്കെ ഇങ്ങനെ ഉതിർന്ന പോലെ വരും. പക്ഷെ നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്നങ്ങ് ഇഡ്ഡലി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അതായത് അടിഭാഗമൊന്നും ഒട്ടിപ്പിടിക്കാതെ ചെയ്യാൻ പറ്റും. ഇനി അത് നമുക്ക് റിസ്ക് എടുക്കാൻ കഴിയില്ലെങ്കിൽ എണ്ണ തടവിക്കോളൂ. എണ്ണ തടവിയുള്ള ഗുണം എന്താ, നമുക്ക് കൈ കൊണ്ട് അങ്ങനെ എന്താ പറയുക, ഇങ്ങ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് പോലെ നമ്മുടെ ഇഡ്ഡലി തോന്നും. കൈ കൊണ്ട് അങ്ങനെ അങ്ങ് എടുക്കുക, സ്പൂണിൻ്റെ ആവശ്യം പോലും ഇല്ല. പിന്നെ നമ്മൾ അരച്ച് കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂറെങ്കിലും അത് പൊങ്ങാൻ വേണ്ടി വെക്കണേ. അതിൻ്റെ അടുത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വൈകുന്നേരം 4-5 മണിക്കാണ് അരയ്ക്കുന്നതെങ്കിൽ ഈ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പതഞ്ഞ് വരും. ഇനി അതല്ല, രാത്രി നമ്മൾ 10-11 മണിക്കാണ് അരയ്ക്കുന്നതെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ റിങ് വെച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവല്ലേ, അല്ലെങ്കിൽ പൊങ്ങില്ല. അപ്പോൾ ഇതാ നമ്മുടെ പൂ പോലത്തെയെന്നോ പഞ്ഞി പോലത്തെയെന്നോ പല്ലില്ലാത്തവർക്കും കൂടെ കഴിക്കാൻ പറ്റുന്നതെന്നോ എങ്ങനെ വേണമെങ്കിലും ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. അത്രക്കും സോഫ്റ്റാണ്. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ അത്രയ്ക്കും ഗ്യാരണ്ടി പറയുകയാണ്. ഇനിയിപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യല്ലോ. എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതും കൂടെ അറിയിക്കണം. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും, സോറി കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ. താങ്ക്